സൂര്യ കോമഡിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇപ്പോൾ ശരിയാക്കി തരാൻ പ്രസന്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിന്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിൽക്കുന്നത്, അതായത് കഴിഞ്ഞ ഒരു 150 എപ്പിസോഡുകൾക്ക് മുകളിലായി നമ്മളോടൊപ്പം ചേർത്ത് പിടിച്ച് യാത്ര ചെയ്യുന്ന ഗ്ലോബൽ എഡ്യൂക്കേഷൻ്റെ തട്ടകത്തിലാണ്. ഗുഡ് മോർണിംഗ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ആൻഡ് ഗ്ലോബൽ എഡ്യൂക്കേഷൻ്റെ 42ാമത് ഓസ്ട്രേലിയൻ പ്രീ ഡിപ്പാർച്ചർ സെറിമണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്രയും വർഷങ്ങൾക്കിടയിൽ അറൗണ്ട് ഒരു 10,000+ സ്റ്റുഡൻസിനെ നമുക്ക് എബ്രോഡ്, എസ്പെഷ്യലി ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ്, വി ആർ ഡൂയിങ് എക്സ്ക്ലൂസീവ്ലി ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് ഓൺലി. സോ ഈ 6 ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലെ വെൽ റെപ്യൂട്ടഡ് ആൻഡ് പബ്ലിക് റാങ്ക്ഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് പ്ലേസ് ചെയ്യാനായി എന്നുള്ള ചാരിതാർത്ഥ്യത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ആൻഡ് നമ്മൾ ത്രൂ പോയിട്ടുള്ള നമ്മുടെ അലുമിനൈ സ്റ്റുഡൻസ് എല്ലാം വെൽ പ്ലേസ്ഡ് ആണ് എന്നുള്ളത് നമുക്ക് വളരെ സന്തോഷം തരുന്ന കാര്യമാണ്. ആൻഡ് നമ്മളുടെ ഈ ഒരു ഗ്ലോബൽ എഡ്യൂക്കേഷൻ്റെ ജേർണി, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഗ്രോത്ത്, വളർച്ച എന്ന് പറയുന്നത് നമ്മൾ ത്രൂ പോയിട്ടുള്ള ഗ്ലോബൽ എഡ്യൂക്കേഷൻ ത്രൂ പോയിട്ടുള്ള അലുമിനൈ സ്റ്റുഡൻസിൻ്റെ റെഫറൻസ്, ഓഫ് കോഴ്സ് മൗത്ത് പബ്ലിസിറ്റി വഴി മാത്രമാണ് എന്ന് ഞാൻ സന്തോഷത്തോടെ ഓർക്കുന്നു. ഗ്ലോബൽ എഡ്യൂക്കേഷൻ ഇന്ന് പല ബ്രാഞ്ചുകളായിട്ട്, കൊച്ചിയാണ് നമ്മുടെ ഹെഡ് ഓഫീസ്, കോട്ടയം, അങ്കമാലി, തൃശ്ശൂർ, മുംബൈ, ട്രിവാൻഡ്രം, അങ്ങനെ പല ബ്രാഞ്ചുകളായിട്ട് നമ്മളിപ്പോൾ വളർന്നു നിൽക്കുന്നു. അതിന് ഒരുപാട് സ്റ്റുഡൻസിനെ നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. സ്റ്റുഡൻസിൻ്റെ അവരുടെ ഫ്യൂച്ചറിനെ, അവരുടെ കരിയർ ഗോൾസിനെ സപ്പോർട്ട് ചെയ്യുന്ന, അതിനെ ടൈലർ ഫിറ്റ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റി കോഴ്സ് സജസ്റ്റ് ചെയ്യുക, കൗൺസിൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി. സോ നമ്മൾ ത്രൂ പോയിട്ടുള്ള സ്റ്റുഡൻസിന് എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും, ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി അല്ല, അവരുടെ പ്രൊഫൈലുമായിട്ട് എക്സാക്റ്റ് മാച്ച് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്, ഏറ്റവും ഫിറ്റ് ആൻഡ് വെൽ സ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് യൂഷ്വലി നമ്മൾക്ക് സ്റ്റുഡൻസിന് സജസ്റ്റ് ചെയ്യാറുള്ളത്. നിങ്ങളുടെ ഒരു ലോങ് ടേം ഗോൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു കരിയർ ഓറിയൻറ്റഡ് ആയിരിക്കണം, സ്റ്റഡീസിൽ ഫോക്കസ് ചെയ്യണം എന്നാണ് നമുക്ക് ഈച്ച് ആൻഡ് എവറി സ്റ്റുഡൻസിൻ്റെ അടുത്ത് മനോജ് സാർ ഷെയർ ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും ചെല്ലുന്ന യൂണിവേഴ്സിറ്റിയിൽ പെട്ടെന്ന് ഫിറ്റ് ആവട്ടെ, ഈസിലി സെറ്റ് ആവട്ടെ, അക്കാഡമിക്സിൽ ഫോക്കസ് ചെയ്യാൻ പറ്റട്ടെ, ഓഫ് കോഴ്സ് നല്ല പാർട്ട് ടൈം ജോബ്സ് കിട്ടട്ടെ, വെൽ സെറ്റിൽഡ് ആവട്ടെ. ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ ഓൾ. താങ്ക് യു. ഇവിടെ കുറേ സുന്ദരി കുട്ടികളും സുന്ദരന്മാരും ഇങ്ങനെ ഇരിപ്പുണ്ട്. അവർ ഓസ്ട്രേലിയയിലേക്ക് പകർന്നു പോയി നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ ഫുൾ ബ്രൈറ്റായിട്ടിരിക്കുന്നവരാണ്. അവരുടെയൊക്കെ മുഖത്ത് നോക്കിയാൽ വളരെ സന്തോഷമാണ്. കാരണം അവർ ഗ്ലോബലിൽ വിശ്വസിച്ചിരിക്കുകയാണ്. തീർച്ചയായും ആ വിശ്വാസം, ഈ ചിരി എന്നും തന്നെ ഉണ്ടാകും. നിങ്ങൾക്കൊരു നല്ല ഫ്യൂച്ചർ നേരുകയാണ്. അവരോടൊപ്പം ഇവിടെ നമ്മളെ ഗ്ലോബലിലെ ക്രൂ മെമ്പേഴ്സുണ്ട്, വളരെ സന്തോഷത്തോടെ അവരുടെ പേരൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ നിന്നും കുറച്ച് പേരെ വേദിയിലേക്ക് വിളിക്കുകയാണ്. നമുക്ക് നമ്മുടെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പ്ലീസ് വെൽക്കം. അപ്പോൾ എല്ലാവരും എത്തിക്കഴിഞ്ഞു. നമ്മുടെ, ഞാൻ പറഞ്ഞില്ലേ, ഒരു 150 മുകളിലുള്ള എപ്പിസോഡുകളായി. അപ്പോൾ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു വ്യക്തി നമ്മുടെ എപ്പിസോഡിൽ പങ്കെടുക്കുന്നത്. കാരണം എല്ലാ കോളേജുകളിലായിരുന്നു. എന്താ മോൻ്റെ പേര്? പാൻഫിലോ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 6ാം ക്ലാസ്. ഇപ്പോൾ ആരുടെ കൂടെ അമ്മ വന്നത്? പപ്പയുടെ അമ്മയുടെ ചേച്ചിയുടെ കൂടെ. FIR എന്ന സിനിമയിലെ ഒരു ഡയലോഗാണ് ഇവർക്ക് പഠിക്കാൻ കൊടുത്തത്. നേരത്തെ സ്ക്രിപ്റ്റ് തന്നില്ലായിരുന്നു, സ്ക്രിപ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അവരത് പഠിച്ചിട്ടുണ്ട്. അത് ഇവർ ഏറ്റവും നല്ലോണം അഭിനയിച്ച് ചെയ്യുന്നവർക്കാണ് നമ്മൾ പ്രൈസ് കൊടുക്കുന്നത്. അപ്പോൾ ആരാണ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾ തന്നെ സെലക്ട് ചെയ്യണം, എല്ലാവരെയും പെർഫോമൻസ് കണ്ടിട്ട്. അപ്പോൾ ആദ്യം ഇദ്ദേഹത്തെ തന്നെ ഞാൻ വിളിക്കുകയാണ്. വരൂ പ്ലീസ്. എന്താണ് പേരെന്താണ്? എൻ്റെ പേര് അനീറ്റ. എവിടെയാണ്? നാട് എവിടെയാണ്? ആലപ്പുഴ. ആര് വന്നിട്ടുണ്ട് കൂടെ? അച്ഛൻ, അപ്പൻ. ഓക്കെ. അപ്പോൾ ഓസ്ട്രേലിയയിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അല്ലേ? വെരി ഗുഡ്, ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പോൾ റെഡി, 1 2 3 ആക്ഷൻ. എൻ്റെ ഡോളർ റാക്കറ്റിനെ കുറിച്ച് നിങ്ങൾ ക്രോണിക്കലിൽ എഴുതിയില്ലായിരുന്നെങ്കിലും എൻ്റെ ബിസിനസ് പൊളിയുമായിരുന്നു. പാർട്ടി ഇമേജും പൊസിഷനും തകരുമായിരുന്നു. സോ എ വെൽ പ്ലാൻഡ്, cold blooded character assassination from the grassroots level. ഈ ചായ ബജ്ജി വേണ്ട മോളെ, ചായം ബജ്ജി ഒന്നും ഇപ്പൊ വേണ്ട.
ഇതിപ്പം നമ്മൾ ഈ കഥാപ്രസംഗം പറഞ്ഞ പോലെ പറഞ്ഞിട്ട് കാര്യമില്ല, അഭിനയിക്കണം, എക്സ്പ്രഷൻ വരണം. എടാ ഭാവം അഹംഭാവം. ഈ കളിക്കളത്തിലെ കളി അറിയാത്ത വെറും ക്രിമിയായിരുന്നു താൻ. ഞാനാ നീ ഒള്ളി ഏച്ചിങ് ബാക്ടീരിയ. അറിയില്ല. അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് പൂർണ്ണമായി പഠിക്കാത്തത് കൊണ്ട് മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം 3 പ്രാവശ്യം പറഞ്ഞിട്ട് പോകണം. മസ്തിഷ്ക ബ്ലഡ് പ്രളയം. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. ഹലോ, ഈ കൈ കൊണ്ട് ഇങ്ങനെ തള്ളി അതാണ് ഈ മാൻപവർ ബ്ലോക്ക് ആക്കി. മസ്തിഷ്കത്തിൽ മോളെ പേരെന്തായിരുന്നു പറഞ്ഞു? അനീറ്റ ശ്രദ്ധിച്ച് കേട്ടോ, അദ്ദേഹം പറയുന്നത് കേട്ടോണം. വാ മോളെ പറഞ്ഞേ. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. ഒന്ന് എഴുന്നേറ്റ് വാ. കറക്റ്റായിട്ട് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. എന്താണ് പേരെന്താണ്? റിച്ച. റിച്ച എവിടെ, നാട് എവിടെയാണ്? പൂഞ്ഞാർ. ഓക്കെ, നല്ല കണ്ണാണ് കേട്ടോ. ലെൻസ് വെച്ചിരിക്കണോ? അല്ല. ഓക്കെ, അപ്പോൾ ഒന്ന് പറഞ്ഞു നോക്ക്. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. 3 പ്രാവശ്യം നിർത്താതെ. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. ബ്ലഡ് അല്ല, ബ്ലഡ്. ഓക്കെ. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. മസ്തിഷ്കത്തിൽ ബ്ലഡ്. വാവ്, അടിപൊളി. അങ്ങനെ എല്ലാവരുടെയും ഗുരുസ്ഥാനം ഏറ്റെടുക്കാൻ ഈ ചന്ദ്രന്റെ ജീവിതം പിന്നെയും ബാക്കി. മടക്ക് തിന്നു മക്കളെ, മടക്ക് തിന്നു. മസ്തിഷ്കത്തിൽ ബ്ലഡ് ഓക്കെ, നല്ലൊരു കൈയ്യടി കൊടുക്കുക. പേരെന്താണ്? അജിത. എവിടെ, നാട് എവിടെയാണ്? ചൂണ്ടി, ആലുവ. ഓക്കെ. മകൻ പോകുന്നുണ്ടല്ലേ? പേരെന്തായാലും ജുവൽ. ഓക്കെ. റെഡി. താൻ എൻ്റെ ഡോളർ റാക്കറ്റിനെ കുറിച്ച് പറഞ്ഞില്ലായിരുന്നു, ക്രോണിക്കലിൽ എഴുതിയില്ലായിരുന്നെങ്കിലും എൻ്റെ ബിസിനസ് പൊളിയുമായിരുന്നു. പാർട്ടിയിലെ എൻ്റെ പൊസിഷനും ഇമേജും എല്ലാം തകരുമായിരുന്നു. കളി അറിയാതെ കളിക്കളത്തിൽ വന്നൊരു ക്രിമിയായിരുന്നു ഞാൻ. ഒലി ആൻ ഇച്ചിങ് ബാക്ടീരിയം. എൻ്റെ ബിസിനസ് മോണോപ്പൊളി പിടിച്ചെടുക്കേണ്ടത് അവൻ്റെ ആവശ്യമായിരുന്നു. അതിനവൻ തിരഞ്ഞെടുത്തത് രാഷ്ട്രീയത്തിലെ എൻ്റെ ഉയർച്ച കണ്ട് കൊതി പൂണ്ട എൻ്റെ എതിരാളികളെ തന്നെയായിരുന്നു. പാർട്ടിയിലെ താരമായിരുന്ന MP റഹീം ഹാജിക്ക് കാലണ പോലും വരുമാനമില്ല. നമ്മുടെ പല ആഫ്രിക്കൻ, ഏഷ്യൻ രാജ്യങ്ങളിലെയും ആനുവൽ ബഡ്ജറ്റിനേക്കാൾ കൂടുതലാണ്, വളരെ വലിയ എമൗണ്ടാണ് എല്ലാ വർഷവും കേരളത്തിലേക്ക് ഒഴുകിയെത്തുന്നത്. എന്താണ് പേര്? ആഞ്ചല. ആഞ്ചന. ഓക്കെ. പപ്പാ, ചേട്ടന്റെ പേരും പപ്പർന്ന, എന്റെ പേരും പപ്പർന്ന, സെയിം പിച്ച്. ഓക്കെ, ആഞ്ചല ഓസ്ട്രേലിയയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, എവിടെ, നാട് എവിടെയാണ്? അങ്കമാലി. കൂടെ ആര് വന്നിട്ടുണ്ട്? ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാ വന്നത്. വരും. അപ്പോൾ ഒരു പാട്ടൊക്കെ പാടി അങ്ങ് തുടങ്ങാം അല്ലേ? പാട്ടോ? രണ്ടുപേരും പാടാം. ട്രൈ ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ സ്ക്രിപ്റ്റിലേക്ക് പോകാം ഡയറക്റ്റ് അല്ലേ? താൻ എൻ്റെ ഡോളർ റാക്കറ്റിനെ കുറിച്ച് ക്രോണിക്കിൽ എഴുതിയില്ലായിരുന്നെങ്കിലും എൻ്റെ ബിസിനസ് തകരുമായിരുന്നു. പാർട്ടിയിലെ എൻ്റെ ഇമേജും പൊസിഷനും തകരുമായിരുന്നു. സോ വെൽ പ്ലാൻഡ് ക്യാരക്ടർ അസാസിനേഷൻ ഫ്രം ഗ്രാസ് റൂട്ട് ലെവൽ. ഈ കളിക്കളത്തിൽ കളി അറിയാതെ വന്നുപെട്ട ഒരു ക്രിമിയാണ് താൻ. ആൻഡ് ഇച്ചിങ് ബാക്ടീരിയം. രാഷ്ട്രീയത്തിലെ എൻ്റെ മോണോപോളി, ബിസിനസ്സിലെ എൻ്റെ മോണോപോളി പിടിച്ചെടുക്കേണ്ടത് അവൻ്റെ ആവശ്യമായിരുന്നു. അതിന് രാഷ്ട്രീയത്തിലെ എൻ്റെ എതിരാളികളെ തന്നെ അവൻ കരുവാക്കി. പാർട്ടിയിലെ ഗ്ലാമർ MP റഹീം ഹാജിക്ക് കാലണ വരുമാനമില്ല. പല ആഫ്രിക്കൻ, ഏഷ്യൻ രാജ്യങ്ങളിലെ ആനുവൽ ബജറ്റിനേക്കാളും വലുതാണ് കേരളത്തിൽ നിന്ന് ഒഴുകിയെത്തുന്ന വിദേശ നാണ്യം. എങ്ങനെയുണ്ട്? എന്താണ് പേര്? ജുവലിന്റെ ഈ ഇയറിംഗ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. സൂപ്പർ. ചേട്ടനിട്ടോണ്ട് ഞാൻ ആണോ? അതുകൊണ്ടാണല്ലേ. താൻ എൻ്റെ ഡോളർ റാക്കറ്റിനെ കുറിച്ച് അയ്യോ മൊത്തം മറന്നുപോയി. ക്രോണിക്കൽ എഴുതിയില്ലായിരുന്നെങ്കിലും മൊത്തം പോയി സാറേ, മൊത്തം പോയി. അല്ല, ഒന്ന് റിലാക്സ് താൻ എൻ്റെ ഡോളർ റാക്കറ്റിനെ കുറിച്ച് ക്രോണിക്കലിൽ എഴുതിയില്ലായിരുന്നെങ്കിലും എൻ്റെ ബിസിനസ് തകരുമായിരുന്നു. പാർട്ടിയിലെ ഇമേജും പൊസിഷനും തകരുമായിരുന്നു. അയ്യോ, സോ വെൽ പ്ലാൻഡ്. അയ്യോന്നുണ്ടോ അതിൻ്റെ ഇടയ്ക്ക്? ഇല്ല. പേര് മീല തുടങ്ങുന്നത്, നായില അവസാനിക്കും. എത്ര അക്ഷരമുണ്ട്? 2 അക്ഷരമുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലം അദ്ദേഹത്തെ വിടുന്നതിന് മുന്നേ മുണ്ടിൽ ചെളി പുരളരുത് 3 പ്രാവശ്യം പറഞ്ഞിട്ടു.
മുണ്ടിൽ ചെളി പുടരുത്. അയ്യോ, മുണ്ടിൽ ചെളി പുടരുത്. പുളരരുത്. പുളരരുത്. അവർക്ക് പറ. മുണ്ടിൽ ചെളി പുളരരുത്. പുരളരുത്. മുണ്ടിൽ ചെളി പുരളരുത്. മുണ്ടിൽ ചെളി പുരളരുത്. ഉറക്കം 3 പ്രാവശ്യം പറഞ്ഞു. മുണ്ടിൽ ചെളി പുരളരുത്. മുണ്ടിൽ ചെടി ചെളിയല്ല, ചെളി. ചെടി. മുണ്ടിൽ ചെളി പുരളരുത്. മുണ്ടിൽ ചെളി പുരളരുത്. ശരി സാർ. എന്താണ് ഇദ്ദേഹത്തിന്റെ പേര്? ഷാരൻ ഷാരൻ എവിടെ നാട്? കൊല്ലം. ആക്ഷൻ. താൻ എൻ്റെ ഡോളർ റാക്കറ്റിനെ കുറിച്ച് ക്രോണിക്കിളിൽ എഴുതിയില്ലായിരുന്നെങ്കിലും എൻ്റെ ബിസിനസ് തകരുമായിരുന്നു. എൻ്റെ പാർട്ടി ഇമേജും പൊസിഷനും തകരുമായിരുന്നു. സോ വെൽ പ്ലാൻഡ് കോൾഡ് ബ്ലഡഡ് ക്യാരക്ടർ അസാസിനേഷൻ ഫ്രം ഗ്രാസ് റൂട്ട് ലെവൽ. ഈ കളിക്കളത്തിലെ കളി അറിയാത്തൊരു ഈ കരിക്കലത്തില് കറുപ്പായ ഈ ചട്ടിയുടെ കരിയായതായിരിക്കും. ഈ കളിക്കളത്തിലെ കളി അറിയാത്ത വന്നുപെട്ട ഒരു കൃമിയായിരുന്നു താൻ. ഒൺലി ഇച്ചിങ് ബാക്ടീരിയ. എൻ്റെ ബിസിനസ് മോണോപോളി പിടിച്ചെടുക്കേണ്ടത് അവൻ്റെ ആവശ്യമായിരുന്നു. അതിനായി എൻ്റെ രാഷ്ട്രീയ ഉയർച്ച കണ്ട് കൊതി പൂണ്ട് എതിരാളികളെയാണ് അവൻ കരുവാക്കിയത്. പാർട്ടി ഗ്ലാമറായിരുന്ന MP റഹീം ഹാജിക്കിന് കാലണ വരുമാനമില്ലായിരുന്നു. മറ്റ് ആഫ്രിക്കൻ ഏഷ്യൻ രാജ്യങ്ങളെക്കാൾ ആനുവൽ ബഡ്ജറ്റിന് വർഷം കൂടുതൽ വിദേശ നാണ്യങ്ങൾ കേരളത്തിൽ ഒഴുകുന്നു. പേരെന്താണ്? ആതിര. ആതിര എവിടെയാണ്? നാട് എവിടെയാണ്? ആലപ്പുഴ. ആലപ്പുഴയാണ്. പഠിച്ചതൊക്കെ എവിടെയായിരുന്നു? അമൃതയിലാണ്. ഓക്കെ. ഗ്ലോബലിലേക്ക് എത്തിച്ചേരാനുള്ളത്? ഞാൻ ബേസിക്കലി BSc നഴ്സിംഗ് ആയിരുന്നു. 1 വർഷം വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ എഡ്യൂക്കേഷൻ ഒന്ന് എക്സ്പാൻഡ് ചെയ്യണമെന്ന് വർക്ക് ചെയ്ത ടൈമിൽ വിചാരിച്ചായിരുന്നു. അങ്ങനെ വിചാരിച്ചപ്പോൾ ഞാൻ പ്ലാറ്റ്ഫോംസ്, നമ്മൾ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലൊക്കെ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയപ്പം ഗ്ലോബൽ ഈസ് വൺ ഓഫ് ദി ലീഡിങ്. അങ്ങനെ ഗ്ലോബലിനെ പറ്റി കുറച്ചും കൂടെ ഒന്ന് റിസർച്ച് ചെയ്തു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് മെറ്റ് ചെയ്തു. പിന്നെ എനിക്ക് നല്ല യൂണിവേഴ്സിറ്റീസൊക്കെ പരിചയപ്പെടുത്തി തന്നു ഗ്ലോബൽ. പിന്നെ അവിടുന്ന് വൺ ഓഫ് ദി ബെസ്റ്റ് ഞാൻ ചൂസ് ചെയ്തു. ഇപ്പോൾ കറൻ്റ്ലി വിസ പ്രോസസ്സിങ്ങിലാണ്. വിസ വരുമ്പോൾ പോകും. താങ്ക് യു. കൂടെ ആര് വന്നിട്ടുണ്ട്? അച്ഛനാണ്. എൻ്റെ ഡോളർ റാക്കറ്റിനെ കുറിച്ച് ക്രോണിക്കുകളിൽ താൻ എഴുതിയില്ലായിരുന്നെങ്കിലും എൻ്റെ ബിസിനസ് തകരുമായിരുന്നു. എൻ്റെ ഡോളർ റാക്കറ്റിനെ കുറിച്ച് ക്രോണിക്കുകളിൽ താൻ എഴുതിയില്ലായിരുന്നെങ്കിലും എൻ്റെ ബിസിനസ് തകരുമായിരുന്നു. ഡോളർ റാക്കറ്റിനെ കുറിച്ച് അവനെ കൊണ്ട് അതിനൊന്നും ആവൂതന്നേ. എൻ്റെ ഡോളർ റാക്കറ്റിനെ കുറിച്ച് താൻ ബിസിനസ് ക്രോണിക്കുകളിൽ എഴുതിയില്ലായിരുന്നെങ്കിൽ ഇറ്റ്സ് വിൽ കം ഓട്ടോമാറ്റിക്കലി. അതിനെ നമ്മൾ ബ്രേക്ക് ചെയ്യണം. ഓക്കേ, നല്ലൊരു കൈയടി കൊടുക്കാം. കുഴപ്പമില്ല, അത് പറയണം കേട്ടോ. ഞാൻ പോകുന്നു. ബൈ ബൈ. എന്താണ് പേരെന്താണ്? സാമുവൽ ജോൺസൺ. സാമുവൽ ജോൺസൺ. ഓക്കെ. എവിടെ നാട് എവിടെയാണ്? എൻ്റെ ആലുവ. ആരൊക്കെ ഉണ്ട് കൂടെ? ആര് വന്ന്? അങ്കിൾ വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഗ്ലോബലിലേക്ക് എത്തിച്ചേർന്നത്? എൻ്റെ കസിൻ ചേട്ടൻ ഗ്ലോബൽ വഴിയാണ് കഴിഞ്ഞാലും പോയത്. ഓക്കെ. അങ്ങനെ താൻ എൻ്റെ ഡോളർ റാക്കറ്റിനെ പറ്റി ക്രോണിക്കുകളിൽ എഴുതിയില്ലായിരുന്നെങ്കിൽ എൻ്റെ ലാലേട്ടൻ്റെ ആരാധകനാണ്. കൊള്ളാം കേട്ടോ. ആ ചരിഞ്ഞ് വന്നത് ഭയങ്കര രസമായിരുന്നു. നമ്മൾ കാണിച്ച് അത് അങ്ങനെ വേണേൽ തിരിഞ്ഞു നിന്നിട്ട് കൊള്ളാം. അപ്പോൾ ഏറ്റവും നല്ല ആക്ട് ചെയ്യുന്നവർക്കാണ് കേട്ടോ പ്രൈസ്. ഈ പണ്ടാറ എവിടെ ഇരുന്നാലും കുഴപ്പമുള്ളോ? ഇത് വടക്ക് നോക്കിയല്ല വടക്ക് നോക്കിയന്ത്രം. ഇനി ഇവിടുന്ന് പോകുന്നത് വരെ എന്റെ മുഖത്തല്ലാതെ വേറെ എങ്ങും നോക്കരുത്. ഇതിലും ശവത്തിന് കാവലിരിക്കണതാണ്. ലാലേട്ടാ ആക്ഷൻ. താൻ എൻ്റെ ഡോളർ റാക്കറ്റുകളെ പറ്റി ക്രോണിക്കുകളിൽ എഴുതിയില്ലായിരുന്നെങ്കിലും എൻ്റെ ബിസിനസ് തകരുമായിരുന്നു. പാർട്ടിയിലെ എൻ്റെ ഇമേജും പൊസിഷനും നഷ്ടമാകുമായിരുന്നു. സോ എ വെൽ പ്ലാൻഡ് കോൾഡ് ബ്ലഡഡ് ക്യാരക്ടർ അസാസിനേഷൻ ഫ്രം ദ ഗ്രാസ് റൂട്ട് ലെവൽ. ആ കളിക്കളത്തിൽ കളിയറിയാതെ വന്നുപെട്ട ഒരു കൃമിയായിരുന്നു താൻ. എൻ്റെ ബിസിനസ് മോണോപോളി പിടിച്ചടക്കേണ്ടത് അവൻ്റെ ആവശ്യമായിരുന്നു. അതിന് എൻ്റെ പാർട്ടിയിലെ ഉയർച്ച കണ്ട് അവൻ കരുവാക്കിയത് എൻ്റെ എതിരാളികളെ തന്നെയായിരുന്നു. പാർട്ടിയിലെ ഗ്ലാമർ MP ആയിരുന്ന മേജർ ഹാജി ഇബ്രാഹിമിൻ്റെ ഇപ്പോൾ കാലകവാണ വകയില്ല. പെങ്ങളൊക്കെ TSC തന്നെ തുക തരുമോ അളിയാ? പല ആഫ്രിക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും ഒഴുകിയെത്തുന്ന എത്രയോ പണത്തിനേക്കാൾ വലുതാണ് ഇപ്പോൾ കേരളത്തിൽ ഒഴുകിയെത്തുന്ന വിദേശ നാണ്യം.
ഭയങ്കരമായ ആള്. ഇനി ഒരേ ഒരാൾ കൂടിയേ ഉള്ളൂ. അദ്ദേഹം എന്താണ്ട് അദ്ദേഹം തുടക്കത്തിലേ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. എന്തായിരുന്നു മോൻ്റെ പേരെന്തായിരുന്നു? ഓക്കെ, അപ്പോൾ ഇനി ആക്ടിങ്ങിൽ പോവാം. താൻ എൻ്റെ ഡോളർ റാക്കറ്റിനെ കുറച്ച് ക്രോണിക്കലിൽ എഴുതിയില്ലായിരുന്നെങ്കിലും എൻ്റെ ബിസിനസ് തകരുമായിരുന്നു. പാർട്ടിയിലെ സ്ഥാനവും പൊസിഷനും തകരുമായിരുന്നു. ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കടാ ഈശ്വര, എന്തൊരു ചൈതന്യം. So well planned, cold-blooded character assassination from grassroots level. ഈ കളിക്കളത്തിൽ കളിയറിയാതെ വന്ന ഒരു കൃമിയായിരുന്നു ഞാൻ. Only an itching bacterium. പ്രതിഭയാണ്, പ്രതിഭാസമാണ്. എൻ്റെ ഉയർച്ച കൊണ്ട് കൊതിമൂത്ത അവൻ എതിരാളികളെ തന്നെ അവൻ കരുവാക്കി. പാർട്ടിയുടെ ഗ്ലാമർ അവനെന്നെ ചിരി വരുന്നു. അയ്യോ ചിരിക്കല്ലേ, ഇത് കഴിച്ചു ചിരിച്ചാ പിന്നെ ചിരി നിർത്താൻ പറ്റൂല. കുഴപ്പമില്ല അവനെ നന്നായി, സൂപ്പറായിരുന്നു. പിന്നെ സ്മാർട്ട് ബോയ്. ഓക്കെ, അപ്പം 3 പേര് കൂടി വന്നിരിക്കുകയാണ്. അപ്പം ഞാൻ അതിൽ നിന്ന് തന്നെ ഒരാളെ വേദിയിലേക്ക് വിളിക്കുകയാണ്. ഏറ്റവും ലാസ്റ്റ് എന്ന ആൾ തന്നെ വാ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജിഷ. എൻ്റെ മോള് ആവണി ജി കൃഷ്ണയുടെ കൂടെ വന്നതാണ്. ഞങ്ങൾ വരുന്നത് മൂവാറ്റുപുഴ നിന്നാണ്. ഞാൻ ചോദിക്കാനെല്ലാം പറഞ്ഞു. ഗുഡ്. പാട്ട് പാടുമോ? പാടില്ല, എൻ്റെ മോള് പാടും. ആണ്. അപ്പം മോളൊന്ന് വരൂ പ്ലീസ്. അല്ല, ഞാൻ അങ്ങനെ പാടില്ല. അങ്ങനെ പാടണ്ട, മമ്മി പറഞ്ഞ കണക്ക് പാടിയാൽ മതി. അവണി എവിടെ നാട് പറഞ്ഞു? മൂവാറ്റുപുഴ. ഏത് കോഴ്സായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? ഞാൻ ഇപ്പോൾ BSc മാത്തമാറ്റിക്സ് കഴിഞ്ഞു. ഞാൻ മാസ്റ്റർ ഓഫ് ഡാറ്റാ സയൻസ് ചെയ്തു. ഏത് കോളേജായിരുന്നു? ഞാൻ നിർമ്മല കോളേജ് മൂവാറ്റുപുഴ. കിളി വന്നു കൊഞ്ചിയ ജാലകവാതിൽ കളിയായി ചാരിയതാരേ, മിഴിയിഴ കോതിയ കാറ്റിൻ മൊഴിയിൽ മധുവായി പാടിയതാരേ, അവളുടെ മിഴിയിൽ കരിമഷിയാലെ കനവുകളെഴുതിയതാരേ, നിനവുകളെഴുതിയതാരേ, അവളെ തരളിതയാക്കിയതാരേ. ഇത്രയും മനോഹരമായിട്ട് പാട്ട് പാടുന്ന ആളാണ് അവിടെ വെറുതെ ഇരുന്നത്. ഞാൻ ചോദിച്ചിട്ടും മനോഹരമായിട്ട് തന്നെ പാടി കേട്ടോ. ഗുഡ്, കൺഗ്രാറ്റ്സ്. താൻ എൻ്റെ ബിസിനസ് റാക്കറ്റിനെ കുറിച്ച് ക്രോണിക്കലിൽ എഴുതിയില്ലായിരുന്നെങ്കിലും എൻ്റെ ബിസിനസ് തകരുമായിരുന്നു. പാർട്ടിയിലുള്ള എൻ്റെ പൊസിഷനും ഇമേജും തകരുമായിരുന്നു. സോ എ വെൽ പ്ലാൻഡ് കോൾഡ് ബ്ലഡഡ് ക്യാരക്ടർ അസാസിനേഷൻ ഫ്രം ദ ഗ്രാസ് റൂട്ട് ലെവൽ. സാറ് ഞെട്ടണ്ട, ദൈവം തമ്പുരാൻ മനസ്സ് വെച്ച ഇതല്ല ഇതിലപ്പുറവും നടക്കും. ആ കളിക്കളത്തിൽ കളിയറിയാതെ വന്നുപെട്ട വെറും കൃമിയാണ് താൻ. only an itching bacterium. എൻ്റെ ബിസിനസ് മോണോപോളി കൈയടക്കേണ്ടത് അവൻ്റെ ആവശ്യമായിരുന്നു. രാഷ്ട്രീയത്തിൽ എൻ്റെ ഉയർച്ച കണ്ട് കൊതിപൂണ്ട എതിരാളിയെ തന്നെ അവൻ അതിനെ കരുവാക്കി. പാർട്ടിയുടെ ഗ്ലാമർ മുഖമായിരുന്ന റഹീം ഹാജിക്ക് ഇന്ന് കാലണ വരുമാനമില്ല. പല ആഫ്രിക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെയും ആനുവൽ ഇൻകത്തേക്കാൾ എത്രയോ വലുതാണ് കേരളത്തിൽ വർഷം തോറും കേരളത്തിലേക്ക് ഒഴുകുന്ന വിദേശ നാണ്യം. അടിപൊളി, സൂപ്പർ സൂപ്പർ, താങ്ക് യു. ഭാഗ്യദോഷത്തിന് ഞാൻ സിനിമാ നടിയായില്ലെന്നുള്ള കാര്യം എമിനേക്കറിയാം. പേരെന്താണെന്ന് പറയും? എൻ്റെ പേര് ടിബിൻ ജോൺസൺ. എവിടുന്നാണ് വരുന്നത്? ഞാൻ ഇടുക്കി. ഓക്കെ, വേറെ ആരുണ്ട്? കൂടെ ആരും വന്നു? കൂടെ ആരുമില്ല, ഒറ്റയ്ക്കാണ്. ഓക്കെ. താൻ എൻ്റെ ഡോളർ റാക്കറ്റിനെ പറ്റി ക്രോണിക്കലിൽ എഴുതിയില്ലായിരുന്നെങ്കിലും എൻ്റെ ബിസിനസ് തകരുമായിരുന്നു. എൻ്റെ പാർട്ടിയിലെ ഇമേജും പൊസിഷനും തകരുമായിരുന്നു. എങ്ങനെയുണ്ടോ? ഒഴുകണം, ഇടയ്ക്ക് തട്ടും തടവില്ലാതെ. അതിപ്പോ എങ്ങനെ പറയാ? ഈ അവിടെ കണ്ട കുടിച്ചിട്ട് വയറ്റ് ചെയ്ത് പോണ പോലെ So it's a well-planned, cold-blooded character assassination from grassroots level. താൻ കളിക്കളത്തിലെ കളിയറിയാതെ വന്നപ്പെട്ട വെറുമൊരു കൃമിയായിരുന്നു. ആൻഡ് ഇച്ചിങ് ബാക്ടീരിയം. എൻ്റെ ബിസിനസ് മോണോപോളി പിടിച്ചെടുക്കേണ്ടത് അവൻ്റെ ആവശ്യമായിരുന്നു. എൻ്റെ പാർട്ടിയിൽ ഉയർച്ച കണ്ട് കൊതിപൂണ്ട എതിരാളികളെ അവൻ അതിനെ കരുവാക്കി. ജീവിതമാണ് സുഖതോ അതിനോട് തുറന്നു പറഞ്ഞേ. സുഖം വേറെ എന്തൊക്കെയോ തെറ്റുകൾ ചെയ്തിട്ടുണ്ടല്ലോ. പാർട്ടിയുടെ ഗ്ലാമർ എം പി ആയിരുന്ന റഹീം ഹാജിക്ക് ഇന്ന് കാലണ വരുമാനമില്ല. പല ഏഷ്യൻ രാജ്യങ്ങളിലെയും ആഫ്രിക്കൻ രാജ്യങ്ങളിലെയും
ആനുവൽ ബഡ്ജറ്റിനേക്കാൾ മൂല്യമേറിയതായിരുന്നു കേരളത്തിൽ വർഷം തോറും വന്നുകൊണ്ടിരുന്ന നാണയ വിപണി. സൂപ്പർ. യെസ്, അപ്പോൾ എല്ലാവരും വളരെ മനോഹരമായി തന്നെ പെർഫോം ചെയ്തു. പക്ഷേ ഇതിനകത്ത് 2 പേരാണ് ഫസ്റ്റ് പ്രൈസിൽ വന്നിരിക്കുന്നത്. അപ്പം നമുക്കൊരു ചെറിയ ലോട്ടിട്ട് അതിലാരാണ് വിന്നറെന്ന് നമുക്ക് നോക്കാം. അപ്പം ആ ലോട്ട് എടുക്കാനായിട്ട് വരൂ. ഗ്ലോബലിൻ്റെ സ്റ്റാഫാണ്, പ്ലീസ് കം. അപ്പോൾ ആ 2 പേര്, ഒന്ന് ആഞ്ചല, പ്ലീസ് കം. 2 സാമുവൽ. ഇവർ 2 പേരുമാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ലോട്ടിട്ട് ഇതിൽ ഒരാളെ എടുക്കാം. പേരെന്തായിരുന്നു? മഹിമ. അപ്പം മഹിമയാണ് ലോട്ട് എടുക്കാൻ പോകുന്നത്. ഏഞ്ചല ജിനോയ്. ഓക്കെ, താങ്ക് യു. നമ്മുടെ ലക്കി വിന്നർക്ക് പ്രൈസ് തരാൻ വേണ്ടിയിട്ട് 2 പേര് വിളിക്കുകയാണ്. നമ്മുടെ ഗ്ലോബലിലെ സ്റ്റാഫാണ് സുനിത, മേഘ, പ്ലീസ് കം. അപ്പോൾ അടുത്ത ഞാൻ വിളിക്കുന്നു മിസ്റ്റർ സാമുവൽ. സാമുവൽ മനോഹരമായ പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. ലോട്ടിട്ടിട്ടാണ് പോയത്. കുഴപ്പമില്ല, നന്നായിരുന്നു. ഇതാണ്ട് ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിൻ്റെ വക ഒരു ഗിഫ്റ്റാണ്. കൺഗ്രാറ്റ്സ്. BA ഗ്ലോബൽ സിറ്റിസൺ. ലാലേട്ടൻ കണക്കെന്ന് പറഞ്ഞു. ഓക്കെ, അടുത്തത് ടിബിൻ. കൺഗ്രാറ്റ്സ്. ആന്ന് പറഞ്ഞു. BA ഗ്ലോബൽ സിറ്റിസൺ. ഇനി വിളിക്കാം ഷാരോൺ. BA ഗ്ലോബൽ സിറ്റിസൺ. ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി എന്ന് പറഞ്ഞു. ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി. സൂപ്പർ കാലിഫ്രാജിലിസ്റ്റിക് എക്സ്പാലിഡോഷ്യസ് എന്ന് പറഞ്ഞു. സൂപ്പർ കാലിഫ്രാജിലിസ്റ്റിക് എക്സ്പിയാലിഡോഷ്യസ്. അടിപൊളി, സൂപ്പർ. ഇനി നമ്മുടെ വലിയ കലാകാരനെ വിളിക്കുകയാണ്, പാൻഫിലോ. വാ, കൺഗ്രാറ്റ്സ്. താങ്ക് യു. BA ഗ്ലോബൽ സിറ്റിസൺ. BA ഗ്ലോബൽ സിറ്റിസൺ. ഓക്കെ. ഇനി വിളിക്കുന്നു ആതിര. BA ഗ്ലോബൽ സിറ്റിസൺ. അത് മറ്റേ ആ അടുത്തൊരു വാക്ക് പറയാൻ അത് വന്നതല്ലേ. ഇനി അത് അവോയ്ഡ് ചെയ്യണം കേട്ടോ. ഓക്കെ, കൺഗ്രാറ്റ്സ്. താങ്ക് യു. അപ്പോൾ വളരെ മനോഹരമായി തന്നെ എല്ലാവരും പെർഫോം ചെയ്തു. വളരെ മനോഹരമായൊരു എപ്പിസോഡായിരുന്നു. തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം ഇവിടെ കൂടിയ എല്ലാവർക്കും, പറന്ന് മറ്റൊരു തലത്തിലേക്ക് എത്താൻ നിൽക്കുന്ന കുട്ടികൾക്കും ഒരു ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ബൈ.